ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്വേഷിപ്പിൻ കണ്ടെത്തും. ടൊവിനോ തോമസ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ടൊവിനോ തോമസിനെ കൂടാതെ സിദ്ദിഖ്, ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി ഇല്ല കേട്ടോ, അലൻസിയർ, ബാബുരാജ്, ഹരിശ്രീ അശോകൻ, അസീസ് നെടുമങ്ങാട്, അർത്തനാബിൻ എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഡാർവിൻ കുര്യാക്കോസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിനൂബി എബ്രഹാമാണ് ഈ സിനിമയുടെ റൈറ്റർ. ഇവർ രണ്ടാളും തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും. ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനാണ്, മർഡർ ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ടൊവിനോ തോമസിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് അദ്ദേഹം സസ്പെൻഡ് ആയിട്ടുണ്ടാവും. അത് എന്തിനാണ് സസ്പെൻഡ് ആയത് എന്നുള്ളൊരു കാര്യമാണ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഫസ്റ്റ് ഹാഫ് കാണിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ ആ സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് ഒരു ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് പറഞ്ഞു പോകുന്നത്. എന്തായാലും നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എനിക്ക് ഈ സിനിമ മൊത്തത്തിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് അനുഭവമായിരുന്നു ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. ഈ സിനിമയുടെ കളർ ഗ്രേഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അതായത് പഴയ കാലഘട്ടം 1993 കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ ഒരു പഴയ 93 കാലഘട്ടമാണ് കാണിക്കുന്നത്. ആ ഒരു പഴയ കാലഘട്ടം എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ആ ഒരു കാലഘട്ടം കാണിച്ചിരിക്കുന്നത്, പിന്നെ പഴയ വാഹനങ്ങൾ, പിന്നെ ടൊവിനോ തോമസിൻ്റെ മറ്റുള്ളവരുടെ ഗെറ്റപ്പ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പഴയ വാഹനങ്ങളൊക്കെ, ആ പഴയ കാലത്തെ ആ വാഹനങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രെയിംസ്, ക്യാമറ വർക്കുകൾ, ഈ ടെക്നിക്കൽ സൈഡുകളൊക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻ്റർവെൽ വരെ നല്ല രസമുണ്ടായിരുന്നു. ഇൻ്റർവെൽ വരെ നല്ല രസത്തിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു ആ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും. പിന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ട് തന്നെയാണ് ഇൻ്റർവെൽ വരെ മുന്നോട്ട് പോയിരുന്നത്. ഇൻ്റർവെൽ ബ്ലോക്കും പിന്നെ ഇൻ്റർവെല്ലിന് ഉണ്ടായിരുന്ന ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവെൽ വരെയുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ രസമുണ്ടായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം വളരെ സ്ലോയിലാണ് സിനിമ പോകുന്നതെങ്കിലും ഇൻ്റർവെല്ലിന് ശേഷം പിന്നെയും സ്ലോ ആയി മാറിയതുപോലെ തോന്നി എനിക്ക്. പിന്നെയും വളരെ സ്ലോ ആയി മാറിയതുപോലെ തോന്നി. പിന്നെ ആ ഒരു ടൈമിൽ, ആ ഒരു ഇൻ്റർവെല്ലിന് ശേഷമുള്ള ആ ഒരു മണിക്കൂർ ഏകദേശം ഇതൊക്കെ എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വളരെ ശോകമായി തോന്നി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുകൂടി നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാമായിരുന്നു തോന്നി ആ സമയത്തൊക്കെ. പിന്നെ ക്ലൈമാക്സിൽ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർവെൽ ബ്ലോക്കിലൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റർവെൽ ബ്ലോക്കിന് തൊട്ട് മുമ്പൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇതൊക്കെ, ട്വിസ്റ്റുകളൊക്കെ രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ ഉണ്ടായിരുന്ന ട്വിസ്റ്റുകളൊക്കെ രസമുണ്ടായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഏവറേജ് അനുഭവമായിരുന്നു എനിക്ക് ഈ സിനിമ സമ്മാനിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, ഒരു ഏവറേജ് അനുഭവമാണ് എനിക്ക് ഈ സിനിമ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കുന്നു. ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും